കാൽമുട്ടിനെ ബാധിക്കുന്ന സന്ധിവാതത്തിനായി ഓപ്പറേഷന് വിധേയരാകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പലർക്കും കാലിന് വളവും വേദനയും മൂലം നടക്കാൻ സാധിക്കാതെ വരുന്നു. എക്സ്റേ എടുത്താൽ അസ്ഥി തേയ്മാനവും MRIയിൽ ലിഗമെന്റ് ടയറും തരുണാസ്ഥിയിൽ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ കാണാം. യാത്രകൾക്ക് വാഹനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലത്ത് കാലിൻ്റെ തേയ്മാനം കുറയുകയല്ലേ വേണ്ടത്, പകരം തേയ്മാനം കൂടാൻ കാരണം എന്താണ്? മുട്ടിലെ അസ്ഥികളുടെ അഗ്രഭാഗം മുറിച്ചു മാറ്റി മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ മുട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള മുറിവുണങ്ങുന്ന വരെയും ഫിസിയോതെറാപ്പി സമയത്തും വീണ്ടും നടന്നു തുടങ്ങുമ്പോഴും വേദന സഹിക്കേണ്ടി വരും. ഓപ്പറേഷൻ വിജയിക്കാതെ പാർശ്വഫലങ്ങൾ മൂലം വീൽചെയറിൽ ജീവിക്കേണ്ടി വരുന്നവരുമുണ്ട്. ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? മരുന്നും ഓപ്പറേഷനും ഇല്ലാതെ തേയ്മാനം വന്ന സന്ധികളെ എങ്ങനെ റിപ്പയർ ചെയ്യാനാവും? ഓസ്റ്റിയോ ആർത്രൈറ്റിസും സന്ധിവാതവും മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മുട്ടുവേദന അല്ലെങ്കിൽ സന്ധിവാതം, അതിനു വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുക ഒക്കെ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ബേസിക്കലി അറിയേണ്ടത് എന്താണ് ഈ മുട്ടിനെ ബാധിക്കുന്ന ആർത്രൈറ്റിസിൻ്റെ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഈ മുട്ടിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനകത്ത് ശരിക്കും നമ്മളുടെ തൈ ബോണ്, ഫീമർ എന്ന് പറയും, മുകളിലത്തെ ബോണ്, പിന്നെ താഴത്തെ ടിബിയ എന്ന് പറയും, പിന്നെ മുട്ട് ചിരട്ട നമ്മൾ പറയില്ല, എന്നാണ് പെറ്റല എന്ന് പറയുന്നത്. ഈ 3 ബോണുകളും കൂടെ കൂടി ഒരു ജോയിൻ്റാണ് നമ്മളുടെ കാലിൻ്റെ മുട്ടെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റ് എന്ന് പറയാം. അതാണ് നമുക്ക് നടക്കാനും ഒക്കെ നമ്മളെ കാല് പാദവും എല്ലാം കൂടെ വേണ്ടി വരുന്നുണ്ട്. ഹിപ്പും മുട്ടും പിന്നെ ആങ്കിളും കാലിലെ ജോയിൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പാദത്തിലെ ജോയിൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റ് ബെയറിങ്ങും എല്ലാത്തിനും ഏറ്റവും ആയാസം വരുന്ന, ഏറ്റവും ഫ്ലെക്സിബിലിറ്റി കൂടുതൽ വേണ്ടതും എല്ലാം മുട്ടാണ്. അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുട്ടിന് പലർക്കും വേദനയും അതിൻ്റെ പേരിൽ മുട്ടുമാറ്റി വയ്ക്കലും ഒക്കെ വേണ്ടി വരുന്നത്. അപ്പം ഈ അസ്ഥിയുടെ അറ്റത്തെ ഭാഗത്തിനാണ് പറയുന്നത് കാർട്ടിലേജ് എന്ന് പറയും, തരുണാസ്ഥി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം താഴത്തെ ജോയിൻ്റ് ടിബിയുണ്ട്, മുകളിലത്തെ ഫീമറുണ്ട്, അതിൻ്റെ ഈ രണ്ടിൻ്റെ അറ്റത്ത് കാർട്ടിലേജ് അല്ലെ തരുണാസ്ഥി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ എക്സ്റേ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്തരം ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഒക്കെ ഉള്ളവർക്ക് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജോയിൻ്റ് കാർട്ടിലേജ് അങ്ങ് ഇല്ലാതായി പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഈ സൈനോവിയൽ ഫ്ലൂയിഡും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി പിന്നെ അതേ സമയത്ത് ചിലപ്പം ഈ ഫ്ലൂയിഡ് കൂടി വേറൊരു രീതിയിലും വരാം, ഡ്രൈ ആകുന്നത് കൊണ്ട് ഫ്ലൂയിഡ് കൂടി നീര് വരുന്നതുമുണ്ട്. പക്ഷെ എന്നാലും എക്സ്റേയിൽ കാണുമ്പം നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങ് അടുത്ത് പോകുന്നു. അപ്പം ഈ ബോണുകൾ തമ്മിൽ ഉരയാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് അതിനകത്തോട്ട് രക്തയോട്ടം ഇല്ല, അതിന് വേദന അറിയാൻ പറ്റില്ല. ഈ കാർട്ടിലേജ് തീർന്നു പോയി അവിടെ ആ ബോണുകൾ തമ്മിൽ, കാർട്ടിലേജ് ഇല്ലെന്നാകുമ്പോൾ ബോണുകൾ തമ്മിൽ ഉരയാൻ തുടങ്ങും. അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലഡ് വെസൽസ് തരുണാസ്ഥിയിലേക്ക് വളരാൻ, അതെല്ലാം പോയല്ലോ, അപ്പോൾ അങ്ങോട്ട് വളരാനൊക്കെ തുടങ്ങുമ്പോഴേക്കാണ് നമുക്ക് വേദനകൾ വന്നു തുടങ്ങുന്നത്. പിന്നെ ഈ നീ ജോയിൻ്റ് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴത്തെ ബോണിനെയും മുകളിലത്തെ ബോണിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്രൂഷിയേറ്റ് ലിഗമെൻ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. 2 എക്സ് പോലെ 2 ലിഗമെൻ്റ് ആയിട്ടുണ്ട്. അന്റീരിയർ ക്രൂഷിയേറ്റ്, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് എന്നൊക്കെ പറയും അതിൻ്റെ പ്രത്യേക പേരുകൾ. അതൊന്നും നമ്മൾ അറിയേണ്ട നമ്മൾ സാധാരണക്കാർ അതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ യൂഷ്വലി ACP ഇഞ്ചുറി, ACL ഇഞ്ചുറി എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ മുട്ടിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ട് അതിനകത്തേക്ക് എൻഡോസ്കോപ്പിക് സർജറി ഒക്കെ ചെയ്യുമ്പം ഈ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റിനാണ് ടയറൊക്കെ വരുന്നത്. ലിഗമെൻറ്റ് ടയറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അതിനാണ് പലപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി ഒക്കെ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്.
അപ്പം യൂഷ്വലി പലപ്പോഴും ഈ ഓസ്റ്റിയോആർത്രൈറ്റിസിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ജോയിൻറ്റിൻ്റെ മുട്ടിൻ്റെ ആർത്രൈറ്റിസിലേക്ക് പോകുന്നതിന് മുമ്പ് ചിലർക്കൊന്ന് വീണു അങ്ങനെ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയുടെ കഥയും കൂടെ പറയാനുണ്ടാവും. പലപ്പോഴും ഈ വീഴ്ച അല്ലെ ഇഞ്ചുറിയുടെ കഥയും വരാൻ തന്നെ കാരണം അവിടെ ഓൾറെഡി ഒരു ഡിസീസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഇഞ്ചുറിയും അവിടെ ഒരു ബ്ലീഡിങ്ങോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അതാണ്. പിന്നെ നമ്മുടെ ഈ ജോയിൻറ്റിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ചുറ്റും വേറൊരു ജോയിൻറ്റ് ക്യാപ്സ്യൂളും ഉണ്ട്. ഈ ക്യാപ്സ്യൂളിന് ഉള്ളിൽ കൂടെ കവർ ചെയ്യുന്നതാണ് സൈനോവിയൽ മെംബ്രെയിൻ. ഈ സൈനോവിയൽ മെംബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ഹൈലൂറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനങ്ങളൊക്കെ വേണം അതിന്. അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഈ രോഗത്തിലേക്ക്, അപ്പോൾ അതൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസായിട്ട് വരുന്നതൊന്നും കൺഫേംഡ് ആയിട്ടുള്ളതല്ല. പിന്നെ ചിലർക്കുണ്ടാകും ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് കാലിൻ്റെ പുറകിലേക്കൊരു മുഴ പോലെ നിൽക്കും. ഒരു ബേഴ്സയാണ് അത് ശരിക്കും. അത് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഇങ്ങനെ അങ്ങോട്ടും ഇതിലെ എല്ലാം നമ്മൾ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് പോലെ ഉണ്ട് ഈ ജോയിൻറ്റിന് ചുറ്റും. പലതുണ്ട്. അതിലേറ്റവും പ്രധാനം പൊപ്ലീറ്റിൽ ഈ ബാക്കിലുള്ളത്, അതിന് പൊപ്ലീറ്റിയൽ ഫോസ എന്ന് പറയും. അവിടുത്തെ ബേഴ്സയൊക്കെ നീര് കെട്ടി നിൽക്കുമ്പോഴാണ് ചിലർക്ക് മുഴ പോലെ തന്നെ കാണാറുണ്ട്. പക്ഷേ നമ്മളത് കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അതുമൊക്കെ കുറഞ്ഞു വന്നോളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പാണെന്നുള്ളതാണ്. ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, അത് പല തരമുണ്ടോ എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഈ ജോയിൻറ്റിനെ പ്രത്യേകിച്ച് മുട്ടിനെ ബാധിക്കുന്ന ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇത് കൂടാതെ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ട്, ലൂപ്പസ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത്, അതായത് ഈ SLE പോലെയുള്ളതിൻ്റെ കൂടെ വരുന്നത്. ഇതൊക്കെ ഈ ജോയിൻറ്റിനെ ബാധിക്കാം. ഗൗട്ട് സാധാരണ നമ്മൾ ഈ മുട്ടിനെ അല്ല യൂഷ്വലി ബാധിക്കുക. അത് സാധാരണ നമ്മുടെ കാലിൻ്റെ ഫുട്ടിൽ പിന്നെ പാദത്തിലെ ഒരു പെരുവിരലിൻ്റെ അടുത്തുള്ള ഒരു ജോയിൻറ്റിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പക്ഷേ ഏത് ജോയിൻറ്റിനെ വേണേലും ബാധിക്കാം എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ നോക്കുക, പിന്നെ MRI നോക്കുക, ഇതൊക്കെയാണ്. പിന്നെ ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് യൂഷ്വലി ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതേസമയത്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് ആകുകയില്ല എന്നുള്ളതാണ്. കാരണം അത് മറ്റ് ജോയിൻസിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ ഓൾറെഡി കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇമ്മ്യൂണോളജിക്കൽ ESR, CRP, HCRP ഒക്കെ എല്ലാത്തിലും കൂടുതലായിരിക്കും. ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണേലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണേലും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ RA ഫാക്ടർ അതുപോലെ തന്നെ anti-CCP എന്നൊക്കെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഇതാണ് ഉണ്ടാകും. ചിലപ്പം പലരും രണ്ടും കൂടെ ഉണ്ടാവാം. പിന്നെ മറ്റ് ജോയിൻറ്റുകളെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരുത്തരും ഓരോ പാറ്റേൺ ഉണ്ട്. മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനാണെങ്കിൽ പിന്നെ വീർത്ത് വരിക, മറ്റേ ഇപ്പം ചെറിയ ജോയിൻസിനെയും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം. അപ്പോൾ അത് ഇങ്ങനെ കല്ലിച്ച് വരുന്ന പോലെയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ കുറഞ്ഞു വരും. അത് രണ്ട് രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പം ഡോക്ടേഴ്സിന് കാണുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ടെസ്റ്റുകൾ വഴിയാണ് തിരിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് സർജറി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റം കൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ മുട്ടുമാറ്റിവയ്ക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ കാര്യമായ ബെനിഫിറ്റ് കിട്ടാറില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് എങ്ങനെയുള്ളവർക്കാണ് ഈ സന്ധിവാതം വരുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ മുട്ടുമാറ്റിവയ്ക്കൽ വേണ്ടി വരുന്ന ആർക്കാണ്? അതിൽ ഏറ്റവും പ്രധാനം ഓവർ വെയ്റ്റ് ഉള്ളവരാണ്, ഒബേസിറ്റി. പിന്നെ ഈ പ്രഗ്നൻസി പ്രത്യേകിച്ച് പലപ്പോഴും നമുക്ക് കാണാൻ ലേഡീസിനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്. അപ്പോൾ കൂടുതൽ പ്രഗ്നൻസി, അപ്പം പ്രഗ്നൻസി സമയത്ത് നമ്മളൊരു 10-15 കിലോളം കൂടുമല്ലോ. അപ്പോൾ അത്രയും കൂടി മുട്ടിന് താങ്ങേണ്ട വരുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. കൂടുതൽ പ്രാവശ്യം 5-6 പ്രാവശ്യമൊക്കെ പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുറവാണ്. എന്നാലും അതൊരു പാരിറ്റി എന്നുള്ളത്, അതായത് നമ്മൾ കൂടുതൽ കുട്ടികൾ ഗർഭം ധരിക്കേണ്ടി വന്നിട്ടുള്ളവർക്ക് അതിന് ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഫ്ലാറ്റ് ഫുട്ട്, അതായത് ഈ നമ്മുടെ കാലിനൊരു ആർച്ചുണ്ടല്ലോ, അതങ്ങനെ ഫ്ലാറ്റായി പോകും. ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത്. കാരണം അത് നമുക്ക് ആ ഒരു ലിഗമെൻസിനും ജോയിൻസിനും ഒരു രോഗമുണ്ട്, അത് താഴെ ആദ്യം വന്നു, അപ്പോഴേക്കും പിന്നെ
ഈ നമ്മുടെ അലൈൻമെൻറ്റുകളെല്ലാം തെറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുട്ടിന് സ്ട്രെസ്സ് കൂടി ഡിജനറേഷൻ കൂടുതൽ വരുന്ന കാർട്ടിലേജ് പോകാനും അസുഖത്തിലേക്ക് പോകാനാവും. പിന്നെ ഉള്ളത് ബേസിക്കലി നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറി ഇതെല്ലാം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പം നമുക്കവിടെ ഒരു ഇഞ്ചുറി വന്നു, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കാരണം തന്നെ അവിടെ ഇങ്ങനെ കൂടുതൽ താങ്ങാൻ പറ്റാത്തത്രയും വെയിറ്റ് താങ്ങേണ്ടി വരുന്നത് ഇതൊക്കെയാണ്. പിന്നെ ചിലതരം ഫുഡുമായിട്ട് ഇതിന് റിലേഷനുള്ളതായിട്ടാണ് കാണുന്നത്. ചില നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മളുടെ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീനാണല്ലോ. കൊളാജൻ എന്ന് പറയുന്ന ഒരുതരം പ്രോട്ടീനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും അങ്ങനത്തേനെയൊക്കെ നമ്മൾ കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്നാണ് പറയുന്നത്. ഈവൻ ആക്ച്വലി ശരിക്കും നമ്മൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെയാണ് എപ്പോഴും കൊളാജൻ വാദം എന്ന് പറയുന്നത്. മറ്റത് വേറൊരു ഗ്രൂപ്പായിട്ടാണ്. പക്ഷെ അവിടെ നമ്മൾ കൂടുതലും അതിൻ്റെ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ, നമ്മൾ ഈ ജോയിൻറ്റ് ഈ കാർട്ടിലേജിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെയുള്ളത് ഈ അലർജിക് ഡിസോർഡേഴ്സ്, ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സൊക്കെ, മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സൊക്കെ ഉള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂളിനാണെങ്കിലും തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജിനാണെങ്കിലും ഡാമേജ് വരുത്തുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നമ്മളുടെ കാർട്ടിലേജിനെയോ ഒരുതരം ആക്രമിക്കുന്നത് പോലെ വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പം അതിനൊരു ഡിസ്ട്രക്ഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് നമ്മൾ പറയുന്നത് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുട്ടിന് വേദന വന്നാൽ മുട്ടിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം റെസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്താ, നടക്കുന്നത് കുറയ്ക്കണം, വെയിറ്റ് ബെയറിങ് എക്സസൈസ്. പലപ്പോഴും നമ്മൾ ഇവരെല്ലാം ഓവർ വെയിറ്റ് ഉള്ളവരായിരിക്കും. അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. അല്ലെങ്കിൽ ഓട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജ്. കാരണം ഓവർ വെയിറ്റ് ഉള്ളവർ ഓടുക, നടക്കുക, അങ്ങനെയുള്ള വെയിറ്റ് ബെയറിങ് എക്സസൈസ് ഒഴിവാക്കണം. അതേസമയം സ്വിമ്മിങ്, ഫ്ലോർ എക്സസൈസും ഒക്കെ ആകാം. അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ന്യൂട്രിഷൻ, നമുക്ക് എന്ത് വേണമെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ ന്യൂട്രിഷൻ വേണമല്ലോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ കൊടുക്കണം. പിന്നെ നമുക്ക് ബോഡിക്ക് പറ്റാത്ത ഫുഡ് പ്രോഡക്ട്സ് ഒഴിവാക്കാൻ നോക്കണം. പിന്നെ കളറ് പ്രിസർവേറ്റീവ്സ് ഇട്ടത്, അതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊരു പ്രോബ്ലം കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊരു പ്രോബ്ലം ഉള്ളപ്പോൾ നമ്മളൊരു കാരണവശാലും ഇമ്മ്യൂൺ സിസ്റ്റംസ് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കണം. അതായത് ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നത് കുറയ്ക്കാൻ നോക്കണം. അതേ സമയത്ത് ന്യൂട്രിഷൻ എല്ലാം കിട്ടുകയും ചെയ്യണം. ആ ന്യൂട്രിഷൻ കിട്ടാനായിട്ട് നമുക്ക് ബോഡിക്ക് ചേരുന്ന ഫുഡ് കഴിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അതാണ്, നമ്മൾ എന്ത് രോഗത്തിനാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ജീവിതശൈലി ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ ബോണിൻ്റെ ഡീജനറേഷന് കാരണം നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതും കൂടെയാണ്. നമ്മുടെ മസിലാണ് ഇതിനെ പിടിച്ച് നിർത്തുന്നത്, ഈ ജോയിൻറ്റിനെ പിടിച്ച് നിർത്തുന്ന മസിലാണ്. ഈ മസിൽ വീക്ക് ആകുന്നതോടെ നമ്മൾ ഈ ജോയിൻറ്റ് തമ്മിൽ ഉരയാനുള്ള ചാൻസ് കൂടും. അതായത് തൈ മസിൽസ്, പ്രത്യേകിച്ച് തൈ മസിൽസിന് ഒരു സെപ്പറേറ്റ് ചെയ്ത് പിടിക്കാനുള്ളൊരു പ്രത്യേക ഇതും കൂടെയാണ് തൈ മസിൽസിനുള്ളത്. ഈ തൈയുടെ മസിൽസ്, അതായത് കാലിൻ്റെ മുകളിലത്തെ കാലിൻ്റെ മസിലും അതുപോലെ താഴത്തതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ശക്തി കുറയുന്നതും നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമാകും. അപ്പോൾ വെയിറ്റ് കൂടുന്നതും മസിൽ ലോസും കൊഴുപ്പ് കൂടുകയും. അതാണ് മിക്കവാറും നമ്മളെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും അതാണ് സംഭവിക്കുന്നത്. മസിൽ കുറഞ്ഞു പോകും, കൊഴുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ കൊഴുപ്പിൻ്റെ നമുക്ക് എക്സസ് വെയിറ്റ് കൂടുന്നതെല്ലാം തന്നെ കൊഴുപ്പാണ്. അപ്പം ആ കൊഴുപ്പിനകത്ത് ഒരു omega-6 എന്ന് പറഞ്ഞൊരു ഫാറ്റും കൂടെ, അതായത് നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്ത, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതിൽ അങ്ങനത്തെ സാധനം കഴിക്കുന്നവരും കൂടെ ആണെങ്കിൽ അവർക്ക് ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും. അപ്പം ബേസിക്കലി നമ്മൾ ഇതിന് ഈ മരുന്നായിട്ട് കഴിക്കുന്നത് എന്താ? അപ്പം നമ്മളൊരു വേദന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മരുന്നാണല്ലോ കഴിക്കുന്നത്. അപ്പം ഈ മരുന്ന് ഒക്കെ ശരിക്കും NSAID വിഭാഗത്തിൽപ്പെട്ട COX-2, അതാണ് COX-2 വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ COX-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? അല്ലെങ്കിൽ അത് നമ്മുടെ ഈ omega-6 നിന്ന് ഉണ്ടാക്കുന്ന ഒരു അരക്കിഡോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമ്മളെ എല്ലാ ഇൻഫ്ലമേഷനും കാരണം. നമ്മളതായത് വേദനയും പനിയും
ബ്ലഡ് കട്ടയാകുക, അതെല്ലാം ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. അത് നമുക്ക് ബോഡിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുണ്ടാക്കാനുള്ള ഒരു എൻസൈമാണ് സൈക്ലോ ഓക്സിജനേസ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് കോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്, കോക്സ് തന്നെ ഒരു കോക്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പം പലതരമുണ്ട്. അതിൽ കോക്സ് 2 സ്പെസിഫിക് ആയിട്ടുള്ള ആ കോക്സ് 2 എന്ന് പറയുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇതിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബേസിക്കലി അതുപോലെ തന്നെ നമ്മൾ ഈ ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കില്ല, അതൊക്കെ ലുക്കോട്രിൻസ് ബ്ലോക്കേഴ്സാണ്. അതെല്ലാം ഈ അരക്കിഡോണിക് ആസിഡ് പാത്വേയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ omega-6 കുറയ്ക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ പാരലുള്ള പാത്വേയാണ് omega-3. അപ്പം നമ്മൾ ഈ ആർത്രൈറ്റിസും ഇങ്ങനത്തെ അസുഖമുള്ളവർക്കൊക്കെ omega-3 സപ്ലിമെൻറ്റ്സ് കൊടുക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-3 കൂടുതൽ കഴിക്കാനും ചാള കഴിക്കാനും ഒക്കെ പറയും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ ഇൻഹിബിറ്ററാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള മരുന്നുകളാണ് നമ്മളിതിന് വേദന കുറയ്ക്കാനും ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു നാച്ചുറൽ ഇൻഹിബിറ്ററാണ് omega-3 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ ഈ ഉള്ള നട്ട്സും ഓയിലും സൺഫ്ലവർ ഓയിലും അതുപോലത്തെ മിക്കവാറും ഉള്ള കുക്കിംഗ് ഓയിലെല്ലാം omega-6 കൂടുതലാണ്. എന്നിട്ട് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടും. എന്നിട്ട് നമ്മൾ ഈ മരുന്നായിട്ട് കഴിക്കുന്നതോ ഈ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യാനുള്ള സൈക്ലോ ഓക്സിജനേസിനെയോ അല്ലെങ്കിൽ ല്യൂക്കോട്രിൻസിനെയോ ബ്ലോക്ക് ചെയ്യാൻ, അത് ഇക്കോസിനോയിഡ്സ് എന്ന് പറയും ഇതിനെയൊക്കെ. ഈ ഇക്കോസിനോയിഡ്സിൻ്റെ ഫർദർ മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ ഈ വേദന സംഹാരിയായിട്ടും എല്ലാ മരുന്നുകളും തന്നെ അതിൽ, ഈവൻ ക്യാൻസറിനുള്ള മരുന്നുകളും ഒക്കെ തന്നെ ഈ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-6 കുറയ്ക്കുക, omega-6 കൂടുതലുള്ള നമ്മുടെ ഫാറ്റൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുക. പിന്നെ omega-3-6 ബാലൻസ് നമുക്ക് ബോഡിക്ക് വേണ്ട ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇൻഫ്ലമേഷനും ഹീലിങ്ങും കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ആവശ്യമാണ്, കാരണം അത് പ്രൊട്ടക്റ്റീവാണ്, നമ്മുടെ ഡിഫൻസ് ഇൻഫ്ലമേഷനാണ്. അതേസമയത്ത് ഹീലിംഗ് omega-3 ബേസ്ഡ് ആയിട്ടുള്ളത്, ആൻറ്റി ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ ഈ omega-3-6 ബാലൻസ് 1:1 കൊണ്ടുവരണം. അപ്പോൾ അതെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ. ഇത്തരം രോഗികളിൽ ഈ ആർത്രൈറ്റിസ് എന്നല്ല, ഏത് രോഗിയിലാണെങ്കിലും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇൻഫ്ലമേഷനെയും ആൻറ്റി ഇൻഫ്ലമേഷനെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ച് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ മെഡിസിൻസ് അല്ലാതെ പിന്നെ ഉള്ളത് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ് സർജിക്കൽ കറക്ഷൻസ്. അപ്പോൾ സർജിക്കൽ കറക്ഷന് പലപ്പോഴും ആദ്യം മിനിസ്കസ് ഇഞ്ചുറി, അതായത് കാർട്ടിലേജ് ഇഞ്ചുറി, ടെൻഡൻ ഇഞ്ചുറി, അതായത് ആ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറി ഒക്കെ ആയിരിക്കും വരുന്നത്. അതിന് പലപ്പോഴും എൻഡോസ്കോപ്പിക് സർജറി ചെയ്യാറുണ്ട്. അതായത് ഈ കീഹോൾ സർജറി വഴി ജോയിൻറ്റിനകത്ത് പോയി ഇത് ചെയ്യുന്നത്. അതുപോലെ ലിഗമെൻറ്റ് ഇതൊക്കെ വീക്കാവുന്നു. പലപ്പോഴും നമ്മൾ വീണ് കഴിഞ്ഞ് ഒക്കെ നോക്കുമ്പോഴായിരിക്കും ഈ ലിഗമെൻറ്റ് ടയർ എന്നൊക്കെ പറഞ്ഞ് കണ്ട് സർജറിയൊക്കെ പറയുന്നത്. പലപ്പോഴും ലിഗമെൻറ്റ് ടയർ ഈ വീഴ്ചയ്ക്ക് തന്നെ കാരണമാകുന്നത് നമ്മളുടെ ഈ മസിലിന് ബലമില്ലാതാകുന്നതും ജോയിൻറ്റ് വീക്കാകുന്നതുമാണ്. അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളതാണ്. അപ്പം ആക്ച്വലി നമ്മൾ ഇതിനൊക്കെ വേണ്ടി വരുന്നത് ശരിക്കും റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബെയറിങ് ഒഴിവാക്കി എക്സസൈസ് ചെയ്ത് മസിലിനെ നമ്മളതിന് ഹീലിങ്ങിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മൾ കൺവെൻഷനലായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ തന്നെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. നീ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ മൊത്തമായിട്ട് അല്ല, അതിനെ തുറന്ന് അതിൻ്റെ മുകളിലത്തെ ബോണ്, ഫീമറിൻ്റെ അവിടെ ഉള്ള കാർട്ടിലേജും അതുമായിട്ടുള്ള ആ ഭാഗം കട്ട് ചെയ്ത് അതിനെ നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈലൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ അത്ര ഹാർഡായിട്ടുള്ളതാണല്ലോ, നമ്മുടെ ബോണാണല്ലോ. അതിൽ കട്ട് ചെയ്ത് അവിടെ ഒരു സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു ഇത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റേ താഴത്തെ ആണെങ്കിൽ ഫിബിയയുടെ മുകളിലത്തെ അറ്റം, ഇപ്പം ജോയിൻറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളും 2 ബോണും കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ സ്റ്റീൽ പോലെയുള്ള ഒരു ഗ്യാപ്പ്, അപ്പോൾ സ്റ്റീലിലായിരിക്കും പിന്നെ അത് വർക്ക് ചെയ്യുന്നത്. അത് തമ്മിൽ ഒരയാവുന്നത് സ്റ്റീൽ പോലെയുള്ളതിലാണ്. പിന്നെ അതിന് നമ്മൾ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുണ്ടല്ലോ, അപ്പോൾ ആ ലിഗമെൻസിൻ്റെ ഭാഗത്തിനായിട്ട് ചില പ്ലാസ്റ്റിക് കാര്യങ്ങളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കും ഒരു മെറ്റലും കൂടെ കൂടിയ ഒരു പാർട്ടാണ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. അതിൽ തന്നെ ഉണ്ട് ഫുൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ എത്ര എക്സ്റ്റെൻ്റ് ആണ് മാറ്റുന്നതെന്നനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ശരിക്കും ചിലതൊക്കെ ലോക്കൽ അനസ്തീസിയ, അത് ജനറൽ അനസ്തീസിയ കൊടുക്കാതെ
ഈ നമ്മളെ സ്പൈനൽ അനസ്തീസിയ അതുപോലെ അങ്ങനത്തെ അനസ്തീസിയയിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കാലിൻ്റെ മുട്ടിൽ മാത്രമല്ലേ, ബോധം കെടുത്തണമെന്നില്ല, വേദന ഇല്ലാതിരുന്നാൽ മതി ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. പക്ഷേ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷനേക്കാളും കൂടുതൽ കഴിഞ്ഞിട്ടുള്ള വേദനയായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ മിക്കവാറും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ എക്സസൈസും ചെയ്തു തുടങ്ങും, അല്ലേ ഇതിന് പ്രോബ്ലംസ് വരും. അപ്പം ഈ ഓപ്പറേഷനും കഴിഞ്ഞ്, ഇത്രയും മേജർ ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് എപ്പോഴും നമ്മൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ആ ചേഞ്ച് ഓഫ് ടൈമും അതൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഇതൊരു മേജർ ഓപ്പൺ സർജറി ആണല്ലോ. ഓപ്പൺ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി വരാം. പിന്നെ റീഹാബിലിറ്റേഷൻ നമ്മളൊരു 3 മാസത്തേക്ക് പലപ്പോഴും നടക്കാൻ തന്നെ പറ്റില്ല, പതുക്കെ നടന്ന് പഠിച്ചെടുക്കണം. പിന്നെ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറുക, മുട്ടും മടക്കി, ഇപ്പോൾ നമ്മൾ പഴയ ഇന്ത്യൻ മോഡൽ ക്ലോസറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു പോകും. നമ്മുടെ നാച്ചുറൽ ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഈ ആർട്ടിഫിഷ്യൽ ജോയിൻറ്റിന് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തത്. നമുക്ക് നേരെയുള്ള ലെവൽ ഗ്രൗണ്ടിലൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ സ്റ്റെപ്പ് കയറാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡിഫിക്കൽട്ടി ആയിരിക്കും. അതായത് പല മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷനും വരും. പിന്നെ നമ്മൾ ഓപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിലും റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് ഫുഡും എക്സസൈസും വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള ഈ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഫ്രീ ആണ്, ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പം ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, എന്നാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്തുകൂടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജോയിൻ്റ് തന്നെ അല്ല, ബോണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അതിന് പകരം മെറ്റലാക്കുകയാണ്. ഈ മെറ്റലും ഈ നമ്മുടെ ബോണും കൂടെ ഒരു സിമെൻറ്റ് പോലെയുള്ള ഒരു കാര്യം, അത് നമ്മുടെ വീട് പണിയുടെ സിമെൻ്റ് അല്ല, വേറൊരു കാര്യം പറയുന്ന ഒരു സിമെൻ്റ് എന്നാണ്, ഒരു സ്പെഷ്യൽ ജോയിനിങ് സിമെൻ്റൊക്കെ ഇട്ടാണ്. ഇതിനൊന്നും അത്ര ലൈഫൊന്നുമില്ല, അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ലൂസാവാൻ തുടങ്ങും. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീലാണല്ലോ ലൈഫ് ലോങ് ആണല്ലോ എന്ന് പ്രതീക്ഷിക്കരുത്. ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അതിന് വീണ്ടും പ്രോബ്ലംസ് വരാൻ തുടങ്ങും. അതും നമ്മൾ ഓൾറെഡി ഓവർ വെയിറ്റ് ആണ്, ഈ വെയിറ്റ് ഒന്നും വെയിറ്റ് കുറയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓപ്പറേഷന് പോകേണ്ട കാര്യമില്ല. വെയിറ്റ് കുറയ്ക്കാൻ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ആ മനസ്സോ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതായത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ഫുഡും എടുത്ത് എക്സസൈസ് ചെയ്ത് ഒരു 10-15 കിലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ള രോഗത്തിനാണ് നമ്മൾ ഈ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20%, ഇപ്പം 80 കിലോ ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 കിലോയിലേക്ക് കൊണ്ടുവരാൻ 3 മാസം കൊണ്ട്, അത് ഞാൻ ഈ പറയുന്ന ക്ലിനിക്കലി ഒരു സപ്പോർട്ടോടെ, സ്വയം നോക്കുമ്പോൾ അതൊന്നും നടക്കുകയില്ല. ഒരു ക്ലിനിക്കലി സപ്പോർട്ടോടെ ആണെങ്കിൽ 80 കിലോ ഉള്ള ഒരാൾക്ക് 65 കിലോയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 65 കിലോ ഭാരം അങ്ങ് മാറുകയാണ്. അതോടുകൂടി തന്നെ മുട്ട്, പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനും കൊടുത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉള്ള എക്സസൈസ്, പ്രത്യേകിച്ച് വെയിറ്റ് ബെയറിങ് എക്സസൈസ് പറ്റില്ല, ഇവൻ നടക്കുന്ന പോലെ ഏറ്റവും മിനിമൈസ് ചെയ്യണം. കാരണം ഈ ഹീലിംഗ് ടൈമിൽ വീണ്ടും ഇങ്ങനെ ഇത് തമ്മിൽ ഒരയുമ്പം വീണ്ടും അതിൻ്റെ ഡാമേജ് വരുവാണ്. അപ്പം ഒരു 10-15 kg കുറയ്ക്കാൻ പറ്റിയാൽ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി എക്സ്പെൻസീവാണ്, ഒത്തിരി എക്സ്പെൻസീവിൻ്റെ വിഷയമല്ല, ഇൻഷുറൻസ് ആണെങ്കിൽ പോലും അത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള. അപ്പം നമ്മളുടെ ഒരു ബോഡിയുടെ പാർട്ട് പോയാൽ നമുക്കതിനെ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, സ്റ്റീല് നമ്മൾ എത്ര ന്യൂട്രീഷൻ കൊടുത്താലും സ്റ്റീൽ പാർട്ടിന് റിപ്പയർ പറ്റില്ല. പക്ഷേ ഓപ്പറേഷന് മുമ്പാണെങ്കിൽ നമ്മളുടെ കാർട്ടിലേജ് ആണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഒരു പാർട്ട് കളയാൻ നമുക്ക് എളുപ്പമാണ്, നമ്മളുടെ ബോഡിക്ക് മാത്രമേ റിപ്പയർ പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഒരു ഓർഗൻ റീപ്ലേസ്മെൻറ്റോ ആർട്ടിഫിഷ്യൽ ജോയിൻ്റ് ആണെങ്കിലും ഇതിനൊന്നും ലൈഫ് ലോങ് കിട്ടിയല്ല. കാരണം അത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ ഫോറിൻ സാധനങ്ങൾ റിജക്റ്റ് ചെയ്യാനാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതിനെ എങ്ങനെയാണെന്ന് റിജക്റ്റ് ചെയ്ത് അതിനെ ഒന്ന് കളയണമെന്നാണ് നമ്മുടെ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവരതിനെയൊക്കെ കളയാനേ നോക്കുകയുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ വെയിറ്റ് കുറച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓവർ വെയിറ്റ് മാറ്റി നമ്മുടെ ബോഡിയിലുള്ള എക്സസ് കൊഴുപ്പും ടോക്സിൻസും കളഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കറക്റ്റാകും. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ലാത്തൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ, അതായത് ഈ മുട്ടുമാറ്റത്തിലേക്ക് പോകാതെ നമ്മളുടെ ബോഡിയെ അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിസിലേക്ക് തന്നെ പോകാതെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ഏർലി ഡയഗ്നോസിൽ ആദ്യം നമ്മൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച്
അത് കണ്ടുപിടിക്കാനൊന്നുമില്ല. കുടവയറ് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ ഓവർ വെയിറ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-25 കിലോ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും അവർ ഓവർ വെയിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല, നോർമലാ, വലിയ വെയിറ്റൊന്നും ഇല്ലെന്നേ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വിളിച്ചപ്പം ടെലിമെഡിസിൻ കൺസൾട്ടേഷനായിട്ടാണ്. അപ്പം അവർ വെയിറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ വെയിറ്റ് എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പം അവർ വെയിറ്റ് എക്സാക്ട്ലി അവർക്കറിയില്ല. അപ്പോൾ ഓവർ വെയിറ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ പേഷ്യൻ്റ് വന്ന് നോക്കിയപ്പം അവരുടെ വെയിറ്റ് ശരിക്കും 104 കിലോയായിരുന്നു. 165 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 10-40 കിലോ ഓവർ വെയിറ്റാണ്. പക്ഷേ അത് ഓവർ വെയിറ്റ് ആണ്, ഈ 40 കിലോ ഓവർ വെയിറ്റ് ആണ്, അല്ലെ നമ്മളൊരു ഒബീസ് പേഷ്യൻ്റ് ആണ് രോഗി തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. ബന്ധുക്കളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും പറയും ഇല്ല, വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ല. 30-40 കിലോ ഓവർ വെയിറ്റ് ആകുന്ന ആൾക്ക് പോലും അത് തിരിച്ചറിയുന്നില്ല. അപ്പം അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഹൈറ്റ് അറിയണം. ഹൈറ്റ് -110 ആണ് ഒരാൾ, പ്രത്യേകിച്ച് ഒരു മുട്ടുവേദനയൊക്കെ ഉള്ള ഒരാൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ, അതായത് 170 സെൻറ്റിമീറ്ററുള്ള ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവരുടെ വെയിറ്റ് ഒരു 60 കിലോയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ അവർ അത്ര മസ്കുലറും സിക്സ് പാക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 70 കിലോ ആകാം. അത് മാക്സിമം ആണ്. അതിന് കൂടുതലായാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് സിക്സ് പാക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ പറ്റിയെന്നിരിക്കുകയില്ല നോർമലി. പിന്നെ വല്ലപ്പോൾ മറ്റേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒത്തിരി ഇതൊക്കെ വീർപ്പിച്ചിരിക്കുന്നവർ കാണാറില്ല. അവർ പലപ്പോഴും പലരും ഈ സിക്സ് പാക്കൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വരുന്നതാണ്. അല്ലെങ്കിൽ നാച്ചുറൽ നിലയിൽ നമ്മൾ ഏകദേശം അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സിക്സ് പാക്കൊക്കെ ആയിട്ട് ഒരു 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 70 കിലോയ്ക്ക് കൂടുതൽ ആവശ്യമില്ല. നമ്മൾ വലിയധികം എക്സസൈസും ഒന്നും ചെയ്യുന്നില്ലാത്ത ആൾക്കാണെങ്കിൽ ഒരു 60 കിലോയോ അതിൽ കുറവേ നിർത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ മോഡുലേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് നമുക്ക് വേണ്ട പ്രോട്ടീനും അതും നമുക്ക് ചേരുന്ന ഫുഡ്. ഇപ്പോൾ ചിലർക്ക് മിൽക്ക് പറ്റില്ലായിരിക്കും, ചിലർക്ക് എഗ്ഗ് പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രോട്ടീൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് മിൽക്കും എഗ്ഗും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം അതൊന്നും അലർജിക്ക് ആവണമെന്നില്ല. ഇപ്പം നമുക്ക് ടെസ്റ്റുകൾ വഴിയേ നമുക്ക് പറ്റുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും ഇങ്ങനത്തെ രോഗമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമുള്ള രോഗമുള്ള ഇമ്മ്യൂണിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അലർജി അല്ലെങ്കിൽ ക്യാൻസർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്ക് പറ്റിയ ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഇന്നുപോലെ പല ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അത് വെച്ച് കണ്ടുപിടിക്കാം. പിന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഫാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻസിനാണെങ്കിൽ മാക്സിമം ആകാവുന്ന 15%, ലേഡീസിനാണ് 25%. അപ്പം പലപ്പോഴും നമ്മൾ ഇത്തരം രോഗമൊക്കെ ഉള്ളവർക്ക് 30, 35, 40, 45 ഒക്കെ ആയിരിക്കും ഫാറ്റിൻ്റെ പെർസെൻറ്റേജ്. അത് ഫാറ്റ് ഒത്തിരി കൂടുതലായിരിക്കും. മസിൽ കുറഞ്ഞു പോയിട്ടുണ്ടാകും, ഫാറ്റ് ഒത്തിരി കൂടുതലാണ്. ഈ എക്സസ് ഫാറ്റിൽ മിക്കവാറും നമ്മൾ ഈ കഴിക്കുന്ന നമ്മുടെ സാധാരണ ഉള്ള ഫുഡിലെല്ലാം ഒത്തിരി omega-6 കൂടുതലാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ ഉള്ള സ്റ്റഡീസ് പറയുന്ന അവിടുത്തെ ഫുഡിലും അവിടുത്തെ ആൾക്കാരിലും 1:40 ഒക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെയാണ് നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 1:70 ഒക്കെ ആയിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ 1:1 ആണ് നമ്മളുടെ omega-3-6 ബാലൻസ് വരേണ്ടത്. അപ്പോൾ omega-6 ഒത്തിരി കൂടുതലും omega-3 തീരെ കുറവുമായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ വരുന്നു. അതാണ് ഇൻഫ്ലമേഷൻ കൂടുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വരുന്നത് ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. നട്ട്സ്, ഈ ഹൈ omega-6 ഓയിൽ കുറയ്ക്കുക. അപ്പം പിന്നെ ഓവർ വെയിറ്റ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കാം. അപ്പോൾ പിന്നെ എന്താണ് ഒരു പ്രാക്ടിക്കലി എന്ത് ഡയറ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ രോഗികൾ എന്താ നോക്കേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഫിഷ്, മീറ്റ് പോലെയുള്ള നോൺ വെജ് കഴിക്കുന്നവരാണിത്. ഇതും മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. കിടന്നുകൊണ്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസ് ചെയ്യുക. കാലിന് മുട്ടിന് ആയാസം വരുന്ന ഓടുക, ചാടുക, ജോഗിങ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ റെസ്റ്റും കൊടുത്ത് അതേ സമയത്ത് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും. അപ്പം പലപ്പോഴും ഇത്തരം രോഗികളെല്ലാം തന്നെ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും എല്ലാം മരുന്ന് കഴിക്കുന്നവരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മരുന്നുകൾ ഒരു ടോക്സിൻ പോലെയാണ് ബോഡിയിൽ. അതും നമുക്ക് ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും നമുക്ക് ഈ ജോയിൻറ്റിൻ്റെ ഡീജനറേഷനും ജോയിൻറ്റിൻ്റെ പ്രോബ്ലത്തിനും ഒക്കെ. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ ഈ വേദനസംഹാരി മരുന്നുകളെല്ലാം ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലല്ല, ഹാർട്ടിന് എഗൻസ്റ്റാണ്.
അപ്പം പല ഇങ്ങനത്തെ ഈ COX-2 ഇൻഹിബിറ്റേഴ്സ് മരുന്നുകളും മാർക്കറ്റിൽ നിന്ന് തന്നെ വിത്ഡ്രോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് അത് കഴിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് കൂടുന്നുള്ളത്. കാരണം ഈ ജോയിൻറ്റിൻ്റെ പെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണത്തിനുള്ള സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ്. പെയിൻ കില്ലേഴ്സൊക്കെ ഉപയോഗിക്കാം. ഏറ്റവും മിനിമം നമ്മൾ ആ ഒന്ന് സെറ്റ് ചെയ്യുന്നോടം വരെ ഏറ്റവും മിനിമം നിലയിൽ. ഇപ്പം നമ്മൾ ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് എടുക്കുന്നത്. അപ്പം വലിയ വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 1-2 ആഴ്ച. അപ്പോൾ അവരാ ഒന്നും ആ ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ലോ ഡോസിൽ ചിലപ്പം വരാറുണ്ട്. തീരെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു. വേദന കാരണം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഈവൻ കിടന്നുകൊണ്ടുള്ള എക്സസൈസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഫ്യൂ ഡേയ്സിനൊക്കെ അതൊക്കെ ആവാം. അല്ലെങ്കിൽ മരുന്നൊന്നും മിക്കവാറും 1-2 ആഴ്ച കൊണ്ട് തന്നെ വളരെയധികം സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ സ്വയം പറ്റാതെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വളഞ്ഞു പോയതുപോലെ കാല് നമ്മൾ ഈ ഒന്ന് വെയിറ്റ് കൂടുന്നു, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ഓസ്റ്റിയോആർത്രൈറ്റിസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കാലിൻ്റെ വളവ് വരുന്നു. ആ ജോയിൻ്റ് അവിടെ വാൾഗസ് വാരസ് എന്നൊക്കെ പറഞ്ഞതിന് പല പേരുകളുണ്ട്. ചിലതിൻ്റെ പുറത്തേക്കായിരിക്കും വളയുന്നത്, ചിലത് അകത്തേക്കായിരിക്കും, ഇങ്ങനെ തിരിഞ്ഞു പോകും. അതിലേതാണ് വരുന്നതെന്നുള്ളത് നോക്കുക. അങ്ങനെ കാലിന് അതുപോലെ തന്നെ മറ്റ് വിരലുകൾക്ക് പ്രത്യേകിച്ച് കാലിൻ്റെ പാദത്തെ വിരലുകൾ, അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിലേക്കോ ഇങ്ങോട്ടോ 2 സൈഡിലേക്കും വരാം. സൈഡിലേക്കും പോകാം, ഇങ്ങോട്ടും കയറി വരാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം ഇതൊക്കെ കൂടുന്നുണ്ട്. നമ്മുടെ ജോയിൻറ്റിലേക്കൊന്ന് നോക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഡിഫോമിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇരിക്കേണ്ട ഒരു നില ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പാദമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെ വിരലുകളുടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ സ്വയം മാറ്റാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാമെന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സന്ധിവാതവും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ എണ്ണം കൂടി വരികയാണ്. മുട്ടിലെ അസ്ഥികളുടെ അഗ്രഭാഗം മുറിച്ചു മാറ്റി മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ മുട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള മുറിവുണങ്ങുന്ന വരെയും ഫിസിയോതെറാപ്പി സമയത്തും വീണ്ടും നടന്നു തുടങ്ങുമ്പോഴും വേദന സഹിക്കേണ്ടി വരും. ഓപ്പറേഷൻ വിജയിക്കാതെ പാർശ്വഫലങ്ങൾ മൂലം വീൽചെയറിൽ ജീവിക്കേണ്ടി വരുന്നവരും ഉണ്ട്. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, അതിലെ അപകട സാധ്യതകളെയും പാർശ്വഫലങ്ങളെയും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിൽ പോലും മരണത്തിന് വരെ സാധ്യത ഉണ്ടാകാം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസം അല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുൻപ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ച് അമിതവണ്ണവും പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും ഉള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. ആർത്രൈറ്റിസ് തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം
തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെ ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള, അത് പ്രത്യേകിച്ച് മുട്ട് സംബന്ധമായിട്ടുള്ള ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്താൽ എന്ത് ബെനിഫിറ്റാണ്, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി എല്ലാ ടൈപ്പ് ആർത്രൈറ്റിസുകളും നമ്മൾ കാണാറുണ്ട്. ഒന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ റുമാറ്റിസം പോലെയുള്ള, അപ്പോൾ അവർക്ക് മുട്ട് മാത്രമായിരിക്കില്ല, മൊത്തം ജോയിൻസിനും വേദനയായിരിക്കും. പലർക്കും അങ്ങനെയുള്ളവർക്ക് ചിലർക്കൊക്കെയാണ് സ്പൈനിനും നട്ടെല്ലിനും കൈക്കും കാലിനും ഷോൾഡറിനും ഒക്കെ വന്നിട്ട് ഈവൻ ഒന്ന് കമന്ന് കിടക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ളവരായിരിക്കും. വളരെ വിഷമിച്ചായിരിക്കും. മുട്ടിൻ്റെ മാത്രമല്ല, എല്ലാ ജോയിൻസിൻ്റെയും മൂവ്മെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി എല്ലാം പോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ബേസിക്കലി ഇതിനകത്ത് വരുന്നത് നമ്മൾ സ്പെഷ്യൽ ഫുഡും എക്സസൈസും വെച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക, ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യുക, ഹോർമോൺസ് കറക്റ്റ് ചെയ്യുക, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബോഡിക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ എവിടെയൊക്കെയാണോ ഡാമേജ് വന്നിരിക്കുന്നത് അത് റിപ്പയർ ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എല്ലാം എവിഡൻസ് നമ്മൾ മോഡേൺ മെഡിസിൻ ആകുമ്പോൾ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ നമ്മളുടെ എവിഡൻസ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സിംറ്റമാറ്റിക് റിലീഫ്, രണ്ടാമത് ടെസ്റ്റ് വഴി എന്തൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പം ഒരു ഓട്ടോഇമ്യൂൺ രോഗമോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ ഉള്ളവർക്ക് മിക്കവർക്കും ഒരു രോഗവും ആവില്ല. മിക്കവരും തന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളോ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. കുറേ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ഇത് നമ്മുടെ അപ്പോൾ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടാകും, യൂറിക് ആസിഡ് കൂടുതലുണ്ടാകും, ഈവൻ ജെൻസ് ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് ഉണ്ടാകും. ലേഡീസ് പലപ്പോഴും ക്യാൻസർ സർവൈവേഴ്സ് ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലുള്ളവരെ കാണുന്നുണ്ട്.
അപ്പോൾ ഇതിൽ സിംറ്റമാറ്റിക് റിലീഫ് പിന്നെ ടെസ്റ്റുകളിൽ വ്യത്യാസം ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നോക്കും, ജോയിൻറ്റിൻ്റെ ആണല്ലോ. അപ്പം മിക്കവാറും ESR, CRP, HCRP, ബ്ലഡ് കൗണ്ട് ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറയുന്നുണ്ടോ എന്നും കൂടെ പാരലായിട്ട് ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ ഓരോ ടെസ്റ്റുകൾക്ക് നോർമലായി വരാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കുക എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. പലർക്കും വൈറ്റമിൻ ഡി കുറവായിരിക്കും. വൈറ്റമിൻ ഡി ഒക്കെ കുറയുമ്പോൾ ഡെഫിനറ്റ്ലി ബോണിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ബോഡിക്ക് വേണ്ടതെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ ഫുഡ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വേണ്ട ഭക്ഷണം കഴിച്ചാൽ മാത്രം പോലെ അത് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള വ്യായാമം വേണം. അപ്പോൾ ഈ ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉള്ളവർ പലർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന നിലയിലായിരിക്കുകയില്ല. തീരെ ഫ്ലെക്സിബിലിറ്റി എല്ലാം പോയിരിക്കുന്നവരും ചിലരൊക്കെ ഉണ്ട് കിടന്നുകൊണ്ട് പോലും ചെയ്യാൻ ഒന്ന് ചെരിഞ്ഞ് കിടക്കാനും കമന്ന് കിടക്കാനും പറ്റാത്ത രീതിയിലുള്ളവരാണ് പലരും വരുന്നത്. അപ്പം അതും പതുക്കെ അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി കൊടുത്ത് നീർക്കെട്ടൊന്ന് കുറച്ച് വേദനയൊന്ന് കുറച്ച് കൊടുത്ത് പതുക്കെ എക്സസൈസ് ചെയ്യും. മിക്കവാറും ഇതിനെ മന്ത് അവർക്ക് ഇപ്പോൾ കവന്നൊക്കെ കിടക്കാനോ അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കാനോ ഒന്നും പറ്റാത്തവർക്ക് മിക്കവാറും ഇതിനെ മന്ത് ഓർ ടു അവർക്ക് ഫുൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത്. നമ്മൾ ഒരു പേഷ്യൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവർ ബേസിക്കലി ഒരു ലേഡിയാണ്, 65 വയസ്സുണ്ട്, 144 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, 80 കിലോ ഉണ്ട്. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം, വളരെ ഒബേസാണ്, മോർബിഡ് ഒബേസിറ്റിയാണ്. ഒട്ടും നടക്കാൻ പറ്റുന്നില്ല വരുമ്പോൾ. വളരെ കഷ്ടപ്പെട്ട് വേദനിച്ചാണ് ഓരോ സ്റ്റെപ്പും വെക്കുന്നത് തന്നെ. ഈ വണ്ണവും ജോയിൻ്റൊക്കെ വളഞ്ഞു പോയി, രണ്ടും വളഞ്ഞു പോയിട്ടുണ്ട്. കാല് വളഞ്ഞാണ് ഇരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് നമ്മളൊരു ഗേറ്റ് എന്നൊക്കെ പറയും, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നമ്മളതിന് ഓരോന്നിനും ഓരോ ഗേറ്റ് എന്നൊക്കെ ഉണ്ട്, അവരുടെ നടപ്പിൻ്റെ പ്രത്യേകത ഇരിക്കാൻ. ബേസിക്കലി അത്ര അസ്വസ്ഥമാണ്. അപ്പോൾ അവരോട് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, മുട്ട് മാറ്റി വെച്ച് മാത്രമേ ഉള്ളൂ, 2 മുട്ടും മാറ്റി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ എന്താ, അവർക്ക് നല്ല പേടിയുണ്ട്. അത്ര അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഡയബറ്റിക്കാണ്, ഡയബറ്റിസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതിനെല്ലാം കൂടെ പലതരം മരുന്നും പിന്നെ പെയിൻ കില്ലേഴ്സും എല്ലാം ആയിട്ട്, പിന്നെ ന്യൂറോപ്പതി, ഇപ്പോൾ ഈ ന്യൂറോപ്പതിക് പെയിനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം 8 തരം മരുന്ന് കഴിക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 12 ഗുളികകൾ വരുന്നുണ്ട് ഇതിലെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഉണ്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഈ മരുന്നുകളും എല്ലാം കൂടെയാണ് അവർ കൂടുതൽ രോഗിയാക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി അവർ മലയാളിയാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിലാണ് അവർ സെറ്റിൽഡ് നോർത്ത് ഇന്ത്യയാണ്. അപ്പം ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്ന് താമസിച്ച് എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇവർ നമ്മൾ ഈ മരുന്നൊക്കെ ഉണ്ടെങ്കിലും HbA1c 7 കൂടുതലാണ്, 9ലാണ് നിൽക്കുന്നത്, 9.3 ആണ് നിൽക്കുന്നത്. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ കൂടുതലാണ്. പല ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിതിൻ എ മന്ത് എല്ലാ മരുന്നുകളും, ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റി. പിന്നെ അത് ആക്ച്വലി ഇവരിവിടെ ഇല്ലാത്തത് കാരണം അവർ കുറച്ച് ഐ തിങ്ക് 2 or 3 months കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് നോർത്തിലേക്ക് തന്നെ പോയി. പിന്നെ 3 months ആയപ്പോഴേക്കും, ആക്ച്വലി 90 days ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് 69 ആയിട്ട് കുറഞ്ഞു. 3 മാസം കൊണ്ട് അവർക്ക് 10 കിലോ കുറയ്ക്കാൻ പറ്റിയെന്ന്, 11 കിലോ കുറയ്ക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോഴേക്കും മെഡിസിൻസും എല്ലാം ഏകദേശം മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഏകദേശമായി. പിന്നെ അവർ തിരിച്ച് ആക്ച്വലി ഇൻ ബിറ്റ്വീൻ അവർ വിളിച്ചപ്പം അവർക്ക് ഒരു ട്രബിൾ എന്ന് പറഞ്ഞ് വിളിച്ചത് അവർ എന്തോ നോർവേയോ അങ്ങനെ ഏതോ ഒരു കോൾഡ് യൂറോപ്യൻ കൺട്രിയിലാണ് അവർ, അവിടെ നിന്നാണ്. അപ്പം ആക്ച്വലി ഇത്രയും വയ്യാത്ത ഒരാൾക്ക് കോൾഡായിട്ടുള്ള യൂറോപ്യൻ കൺട്രി നോർവേയിലേക്ക് എന്തോ ട്രിപ്പ് പോകാൻ പറ്റിയെന്നുള്ള, മക്കൾ അവിടെയാണ്, അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ അവർ പിന്നെ അവർ വരുന്ന 1 year ആയപ്പോഴേക്കുമുള്ള റിവ്യൂവിന് വന്നപ്പോഴേക്കും അവർ പിന്നെ അധികം വെയിറ്റ് കുറച്ചിട്ടില്ല, 66ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും റീസണബിളി നന്നായിട്ട് നടക്കാനും വേറൊരു പ്രോബ്ലം ഇല്ല. നോർവേയിലൊക്കെ പോകാനുള്ള ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ തന്നെ, അത്ര തീരെ മേലാത്ത ആൾക്ക് ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ റീസണബിൾ ഹെൽത്തിലേക്ക് വരണമല്ലോ.
അപ്പോൾ അതാണ് 14 kg കുറഞ്ഞപ്പോൾ തന്നെ അവർ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈവൻ 11 kg കഴിഞ്ഞിട്ട് 12 kg കഴിഞ്ഞപ്പോഴേക്കുമാണ് അവർ ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 144 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് ശരിക്കും ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു 40-45 പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത് 50ക്ക് താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റും കൊടുത്ത് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്, അതായത് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ഇതായിട്ടുള്ളവർക്ക് കംപ്ലീറ്റ് കറക്ഷൻ ടൈം കൂടുതലെടുക്കും. പിന്നെ ഓരോരുത്തരുടെയും ആ എക്സസൈസ്, ഇവരാണെങ്കിൽ തീരെ മേലാത്തതുമായിരുന്നു, എക്സസൈസ് ചെയ്യാൻ നല്ല മടിച്ചിയാണ്. പിന്നെ ആ ഹസ്ബൻഡും കൂടി ആക്ച്വലി ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ഹസ്ബൻഡിനൊരു നെഞ്ചിന് പ്രോബ്ലം വന്നിട്ട് അദ്ദേഹം കൂടി ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു. അപ്പം അദ്ദേഹത്തിനും BP-ക്കും ഹാർട്ടിനും ഒക്കെ മരുന്നെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരുന്ന് കുറയ്ക്കാൻ പറ്റി. ആക്ച്വലി 1 year റിവ്യൂവിന് വന്നപ്പം അവരുടെ മോളാണെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവരും ഓവർ വെയ്റ്റ് ആണ്, അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അവരും കൂടി വന്ന് ട്രീറ്റ്മെൻറ്റ്. ബേസിക്കലി ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മോസ്റ്റ് ഇഫക്റ്റീവ് ആകുന്നത് അതാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി അവയർനെസ്സും കൂടി. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഉള്ളപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഒരേ ഫുഡും ഒരേ എക്സസൈസും ഒക്കെ ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ഈസിയർ. അപ്പോൾ ഒരാൾക്ക് ഹാർട്ടിനായിരിക്കും ചിലപ്പോൾ, ഒരാൾക്ക് ജോയിൻറ്റിനായിരിക്കും പ്രശ്നം. വോട്ടെവർ ഈസ് നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അസുഖം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണം നമ്മളെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മൾ റിപ്പയറും ചെയ്യുന്നത്. നമ്മുടെ ഡിഫൻസ് മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പണി, അവരാണ് റിപ്പയറും ചെയ്യേണ്ടത്. അത് ബാലൻസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ബാലൻസ് ആയി കഴിയണമെങ്കിൽ നമ്മുടെ ബോഡി കറക്റ്റ് ആവണം, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ആവണം. നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ടോക്സിൻസ് ഇൻക്ലൂഡിങ് എക്സസ് ഫാറ്റ്, omega-6 പോലെയുള്ള എക്സസ് ഫാറ്റ് അടിഞ്ഞിരിക്കുന്നതും പോകണം. പിന്നെ മസിൽസിന് സ്ട്രെങ്തൻ, ഇപ്പോൾ ജോയിൻറ്റ് സംബന്ധമായിട്ട് പ്രോബ്ലംസാണ്, മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇവർ ആദ്യമൊക്കെ വന്നപ്പോൾ ഇവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നടക്കുമോ, ഓപ്പറേഷനിലേക്ക് പോകേണ്ട വന്നു. ഒരു വർഷമായപ്പോൾ വന്നപ്പോഴേക്കും വളരെ കോൺഫിഡൻ്റ് ആണ്. മെഡിക്കേഷനൊന്നുമില്ല, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം കൺട്രോൾഡാണ്. രണ്ടുപേരും റീസണബിളി ഹെൽത്തി ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. വേറൊരു പേഷ്യൻറ്റിൻ്റെയും കൂടെ ഞാൻ എക്സ്പീരിയൻസ് പറയാം. അവർക്ക് ശരിക്കും 62 വയസ്സുണ്ട്. ഇച്ചിരി ഹൈറ്റുള്ള ആളാണ്, 166 സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട്. ഇവരും ഡയബറ്റിക്കാണ്, ഹൈപ്പർ ടെൻഷനുണ്ട്, ആർത്രൈറ്റിസ്, അതാണ് മേജർ പ്രോബ്ലം. പിന്നെ അതുകൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ കാലിൻ്റെ പുറകിലായിട്ടൊരു മുഴ പോലെയുണ്ട്, പൊപ്ലീറ്റിയൽ ഫോസസ് സിസ്റ്റം എന്ന് പറയും. ഇതൊരു നല്ലൊരു മുഴ പോലെയും കൂടെ ഉണ്ട്. നമുക്ക് ആദ്യമൊക്കെ നമുക്ക് സംശയം തോന്നി ഇത് വേറെ എന്തെങ്കിലും ക്യാൻസർ ആണോ എന്ന് തോന്നുന്നത് പോലെയുള്ള മുഴയായിരുന്നു. പക്ഷേ നമ്മളത് CT ഒക്കെ സ്കാൻ നോക്കിയപ്പം അങ്ങനെയല്ല, അത് ഫ്ലൂയിഡ് കളക്ഷൻ ആ പൊപ്ലീറ്റിയൽ ഫോസസ് സിസ്റ്റം ആണെന്ന് മനസ്സിലായി. പിന്നെ ഇത് കൂടാതെ നമ്മൾ ബോഡിയിൽ ലൈപ്പോമാസ്, അതായത് ഫാറ്റ് അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന മുഴകളുണ്ട്. പിന്നെ യൂറിക് ആസിഡ് കൂടുതലാണ്, ഉറക്കക്കുറവ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. മിക്കവാറും എല്ലാവർക്കും ഒന്ന് ഏജും വരുമ്പോൾ ഇത്രയും അസ്വസ്ഥതകളുമാണല്ലോ വരുന്നത്. അപ്പോഴേക്കും ഇതെല്ലാം ഉണ്ടായിരുന്നു. കുറേ മെഡിസിൻസും കഴിക്കുന്നുണ്ട്. ഏകദേശം 9 തരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അത് ആമിലോഡാക് BP-ക്ക്, ഗ്ലൈനീസ്, പ്രഗാബാലിൻ, അങ്ങനെ അൽപ്രാക്സോ, ടെൻഷന് വേണ്ടിയിട്ട് അൽപ്രാക്സ്, അങ്ങനെ പല മരുന്നുകളുണ്ട്. മൊത്തത്തിൽ 10 തരം ഗുളികകൾ കഴിക്കുന്നുണ്ട്. ഇവരുടെ ആണെങ്കിലും ബേസിക്കലി ഒരു മാസം കൊണ്ട്, ഒരു മാസമല്ല, 15th day വന്നപ്പോഴേക്കും തന്നെ എല്ലാം തന്നെ മരുന്നുകൾ കുറഞ്ഞു. ഒരു മാസം ആയപ്പോഴേക്കും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. ഈവൻ ആ സിസ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ 8th day വരുമ്പോൾ തന്നെ സിംറ്റമാറ്റിക് റിലീഫ് നല്ല വ്യത്യാസം വരും. ബ്ലഡിലാണെങ്കിൽ, ബ്ലഡ് പാരാമീറ്റേഴ്സ് ആണെങ്കിലും മരുന്നില്ലാതെ തന്നെ വരുമ്പം ശരിക്കും SbA1c വിത്ത് മരുന്ന് 8.1 ഉള്ളത് 1 month ആയപ്പോഴേക്കും ശരിക്കും അത് 7.1-ലേക്കായി. 2nd month ആയപ്പോഴേക്കും 6-ലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് തന്നെ കറക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി അവരുടെ വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 78 kg ആണ്. അപ്പോൾ അത് 78 എന്നുള്ളത് 67-ലേക്ക് 3 മാസം കൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പം അപ്പോഴേക്കും നമ്മളുടെ ഈ എല്ലാ മരുന്നൊന്നും ഇല്ലാതെ സ്ട്രോങ് ആയി, ആളും കറക്റ്റായി. അവർക്ക് ഹൈറ്റ് ഉള്ളവർ, അവർക്ക് മറ്റേവർക്ക് ഹൈറ്റ് തീരെ കുറവായിരുന്നു, ഇനിയും 10-15 കിലോ കുറയാനുണ്ട്.
ഇവർക്ക് അത്രയില്ല, പക്ഷേ ഇവർക്ക് ഒരു 60 നിൽക്കുന്നതാണ് ഐഡിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 3 മന്ത്സ് കൊണ്ട് അവർക്ക് ഐഡിയലിൽ ഒരു 60 കൊണ്ടുവരാൻ പറ്റുന്നു. പക്ഷെ പലപ്പോഴും കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് കുറയുമ്പോഴേക്കും വീട്ടുകാരും ഒക്കെ തടസ്സം നിൽക്കും. ഐഡിയലി ഇവർക്ക് 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അറൗണ്ട് 60 നിൽക്കുന്നതായിരിക്കും ഈ ഏജിൽ ഏറ്റവും ഒപ്റ്റിമൽ ആകുന്നത്. അതിലേക്ക് കൊണ്ടുവരാനും അതുപോലെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ബേസിക് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം, അതിലേക്ക് കൊണ്ടുവരാനുമാണ് നമ്മളിതിൽ നോക്കേണ്ടത്. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. വെയിറ്റ് കൂടാതെ നോക്കുക, ബേസിക് എക്സസൈസ് ചെയ്യുക, നമുക്ക് പറ്റാത്ത ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. വൺ മോർ പേഷ്യൻ്റെ കാര്യം പറയാം. ഒരു 55 ഇയേഴ്സ് ആണ്. അവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നാണ്, അത് വാദം എന്നാണ് അവർ പറയുന്നത്. 13 വർഷമായിട്ട് അവരിതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അംബിലിക്കൽ ഹെർണിയ ഉണ്ട്, ഫൈബ്രോമയാൾജിയ, വെർട്ടിഗോ, തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അതുപോലെ മസിൽ ക്രാംസും ഫ്രീക്വൻ്റ് ആണ്. അവർ കുറേ മരുന്നൊക്കെ എടുത്ത് ഒരു റുമറ്റോളജിസ്റ്റിൻ്റെയൊക്കെ എടുത്ത് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവസാനം അതല്ലാണ്ടൊന്നും ബെനിഫിറ്റ് ഇല്ലാതെ അത് മടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത്. അതിന് മുമ്പ് തന്നെ മരുന്നുകളൊക്കെ നിർത്തി. പക്ഷേ അവർ വളരെ ഡിഫിക്കൽട്ടാണ്, നടക്കാനും ഉറക്കക്കുറവ്, പലതരം ബുദ്ധിമുട്ടുകളായിരുന്നു. അവരുടെ ഹൈറ്റ് ശരിക്കും 155 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അവരുടെ വെയിറ്റ് 83.5 ആണ്. ആക്ച്വലി ഇവർക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒബേസിറ്റിയും ഉണ്ട്, പിന്നെ ഈ ആർത്രൈറ്റിസും ഫൈബ്രോമയാൾജിയും ഇതുമാണ് അവർക്ക് പ്രോബ്ലം വരുന്നത്. ആക്ച്വലി ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബേസിക്കലി ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് പോലും ഡൗട്ട് തോന്നുമായിരുന്നു. എനിവേ നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇത് ഏതായാലും കുഴപ്പമില്ല, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇമ്മ്യൂണിറ്റിയാണ് കറക്റ്റ് ചെയ്യുന്നത്, ന്യൂട്രീഷൻ മരുന്നിനെ ബേസ് ചെയ്തല്ല പോകുന്നത്. നമ്മൾ ബേസിക് അവർക്കൊരു കംഫർട്ടബിൾ നിലയിൽ വരുന്നോടും നേരത്തേക്ക് മാത്രം സിംറ്റമാറ്റിക് ഒരു 1-2 ആഴ്ച മിക്കവാറും സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി കൊടുക്കാറുണ്ട് വരാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൽഫായിട്ട് നമ്മൾ ഈ ഡയറ്റും ഇതും മാത്രമായിരിക്കും വരുന്നത്. അവരുടെ HSCRP ഒക്കെ ഒത്തിരി ഹൈ ആയിരുന്നു. അപ്പം ഇൻഫ്ലമേറ്ററി ലെവൽ കൂടുതലാണ്, ESR, HSCRP ഇങ്ങനത്തെ ഒക്കെ ഹൈ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം 3 മന്ത്സ് ആയപ്പോഴേക്കും ആക്ച്വലി അവർ 83 വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു 70 kgയിലേക്ക് കുറയാൻ പറ്റി. 70.4ലേക്ക് 90 ഡേയ്സ് ആയപ്പോഴേക്കും വന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. സാധാരണ ഈ പേഷ്യൻ്റ് ഒരു പ്രത്യേകത എന്താണെന്ന്, സാധാരണ എല്ലാവരോടും നമ്മൾ ഈ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരോട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസാണല്ലോ, ഡൈയും ഒക്കെ നിർത്താൻ പറഞ്ഞാൽ ആരും നിർത്തിയല്ല. പക്ഷേ ഇവർ അവരുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടുണ്ട്. അപ്പം വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡൈ ഒക്കെ നിർത്തി. അപ്പം 90 ഡേയ്സ് ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അതൊക്കെ ഗ്രേ ഹെയർ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെരി ഹാപ്പി. ആൻഡ് മൊത്തത്തിൽ നമുക്ക് ഉണ്ടല്ലോ, ഒരു പ്രായമാകുന്നവർക്ക് അവരുടെ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, അപ്പോൾ അതും അവരുടെ ആ ഹെൽത്തും ഒക്കെ ആക്ച്വലി ഹെയർ ഗ്രേ ആകുന്നേ ഉള്ളൂ. പക്ഷേ അവർ മൊത്തത്തിൽ ഫിസിക്കലും ബോഡി ഏജ് ആണെങ്കിലും കുറഞ്ഞു. ആക്ച്വലി ഇവർ വരുമ്പോൾ അവരുടെ ബോഡി ഏജ് 78 ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് റിയൽ ഏജ് 55 ആണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ ബോഡി ഏജ് 62ലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം നമ്മൾ ഹെൽത്ത് കൂടുകയും നമ്മുടെ അപ്പിയറൻസിൽ ഇപ്പം ഈവൻ ഡൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെ കണ്ടാൽ യങ്ങറാകുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ഏജ് തന്നെ കുറയുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബോഡി ഏജ് ഡിസൈഡ് ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ മസിലും ഫാറ്റുമാണ്. ഏജ് വരുമ്പോഴേക്കും മസിൽ കുറഞ്ഞു പോകും, ഫാറ്റ് കൂടുകയും. അപ്പം ആ പ്രോസസ്സ്, അതായത് ഫാറ്റ് വയ്ക്കുന്നത് കുറയുകയും മസിൽ കുറഞ്ഞു പോകുന്നത് തടയുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖവും ഓൾഡ് ഏജിലേക്ക് തടയാമെന്നല്ല, ഇപ്പോൾ ഓൾഡ് ഏജ് ഒരിക്കലും വരികയില്ല, എന്നും ചെറുപ്പമായിട്ടിരിക്കുക എന്നല്ല. നമുക്ക് ബോഡിക്ക് നമ്മളുടെ ഒരു നേച്ചറിൻ്റെ ഒരു ബാല്യവും ടീനേജും വാർദ്ധക്യവും എല്ലാം ഇതിലേക്ക് വരും. പക്ഷെ എന്നാലും അത് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്സിലറേറ്റഡ് ഏജിങ് ആണ്. ഇവരുടെ ആക്സിലറേറ്റഡ് ഏജിങ് ആണ്. 55 വയസ്സേ ഉള്ളൂ, പക്ഷെ ഏജ് 75ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ 55ലേക്ക്, നമ്മളുടെ 55 എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയൽ ഏജിലും 5-10 വർഷം കുറച്ച് നിർത്താൻ പറ്റും. അതായത് 55 വയസ്സുള്ള ഒരാൾ ശരിക്കും പറഞ്ഞ വെയിറ്റ് നമ്മൾ
ബോഡി ഏജ് 55 എന്നുള്ളത് 40 താഴെയെങ്കിലും ഒരു 10% എങ്കിലും വെയിറ്റ് ബോഡി ഏജ് കുറച്ച് നിർത്താനാണ്. 10% അല്ല, ചിലരൊക്കെ 55 45 കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും കൂടെ അനുസരിച്ചാണ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ആയുസ്സും ഒക്കെ ഒരു പരിധി വരെ നമ്മളുടെ കയ്യിലാണ്. അപ്പം ആക്സിഡൻറ്റ് ഇപ്പം നമുക്ക് ആക്സിഡൻറ്റ് തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം തടയാനും മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നല്ല. പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൺട്രോളിൽ തന്നെ ഉണ്ട്. നമ്മളുടെ അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണമെന്ന് മാത്രം. ഈവൻ നമ്മൾ ആക്സിഡൻറ്റ് ഡെത്തിനൊക്കെ ചാൻസ് തന്നെ നമ്മൾ ഹെൽത്തി ആണെങ്കിൽ ആക്സിഡൻറ്റ്സ് വരാനുള്ള സാധ്യതയും കുറയും. ഇപ്പോൾ വീണാൽ ഒടിയാനുള്ള സാധ്യത കുറയും. നമ്മളൊരു ആക്സിഡൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവൈവൽ ചാൻസ് നമ്മൾ മോർ ഹെൽത്തിയും നമ്മുടെ ബോഡി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ചാൻസസ് കൂടുതലായിരിക്കും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.